My dear students, Dr. James Taylor Kent രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 323ാമത്തെ എപ്പിസോഡിൽ അർജന്റം മെറ്റാലിക്ക എന്ന അധ്യായത്തിൻ്റെ 4ാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് വൃഷണങ്ങൾ, അണ്ഡാശയം, ഗർഭപാത്രം എന്നിവയ്ക്കായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില ലക്ഷണങ്ങൾ എൻ്റെ തനിമയോടുകൂടി കെൻ്റ് വിശദീകരിക്കുന്നുണ്ട്. ഗർഭപാത്രം താഴേക്കിറങ്ങി വരുന്ന അവസ്ഥയെക്കുറിച്ചുള്ള ഒരു വിശദീകരണം, ഹോമിയോപ്പതിയുടെ കാഴ്ചപ്പാടുള്ള നല്ലൊരു വിശദീകരണവും കെൻ്റ് ഇവിടെ തരുന്നുണ്ട്. അതുപോലെ വൃക്കകളെ ബാധിക്കുന്ന ഒരു പ്രശ്നം, പാൻക്രിയാസിനെ ബാധിക്കുന്ന പ്രശ്നം, അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രമേഹം ഉണ്ടാകുന്നൊരവസ്ഥ, പ്രമേഹത്തിൻ്റെ ഔഷധം കൂടിയാണ് അർജന്റം മെറ്റാലിക്കം ജനറൽ കണ്ടീഷൻസ് യോജിക്കുകയാണെങ്കിൽ. അതുപോലെ ഗർഭപാത്രം താഴേക്കിറങ്ങി വരുന്ന പ്രശ്നം നിരവധി പേരെ നേരിടുന്നൊരു വിഷയമാണത്. പക്ഷേ അതിൻ്റെ ചില സ്ഥിരം സ്റ്റോക്ക് മരുന്നുകൾ കൊടുത്ത് പലപ്പോഴും പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉള്ളതായി പല സുഹൃത്തുക്കളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ സമീപിക്കേണ്ടതും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി എന്ന തരത്തിൽ തന്നെയാണ് സമീപിക്കേണ്ടത്. അങ്ങനെ ആ ഒരു കാഴ്ചപ്പാടിൽ, ആ ഒരു സമീപനത്തിൽ അർജന്റം മെറ്റാലിക്കയും വളരെ ഭംഗിയായിട്ട് ആ ഒരു അവസ്ഥയെ കവർ ചെയ്യുന്നുണ്ട്. അതേപോലെ ക്യാൻസറിനെ ഇത് കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാം ആ ഒരു അർജന്റം മെറ്റാലിക്കത്തിൻ്റെ അല്ലെങ്കിൽ അതത് ഔഷധത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ കണ്ടീഷനെ യോജിക്കുന്നൊരു സാഹചര്യത്തിൽ മാത്രം. അപ്പോൾ നമുക്ക് ഇത് വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. അർജന്റം മെറ്റ് ഹാസ് അബ്ഡോമിനൽ ട്രബിൾസ്, അടിവയറുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളുണ്ട്. ബ്രൂസ്ഡ് സോർ ഫീലിങ്സ് ഇൻ ദ അബ്ഡമൻ, ആകെ നൊമ്പരം, പരിക്ക് പറ്റിയ പോലുള്ള തരത്തിലുള്ള വേദന. ഇഫ് these progresses from a catarrhal inflammation of the mucous membrane to a general congestion of all the tissues in the abdomen, diarrhea comes on, or constipation of the most invertebrate character, tuberculosis of the mesenteric glands, emaciation, weakness, trembling. അപ്പോൾ ഈ അടിവയറ്റിലുണ്ടാകുന്ന ഈ നൊമ്പരം, വേദന, ഈ പ്രശ്നങ്ങൾ ഒരു സാധാരണ ശ്ലേഷ്മ സ്ഥലങ്ങളിലെ അല്ലെങ്കിൽ മ്യൂക്കസ് മെംബ്രെയിനിലെ ഒരു വീക്കം എന്നത് നിലയിൽ നിന്ന് മാറി പൊതുവെ ഒരു വീക്കത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഒന്നുകിൽ വയറിളക്കം വരും, അല്ലെങ്കിൽ വളരെ കടുത്ത മലബന്ധം വരാം, അല്ലെങ്കിൽ വയറിലെ ലിംഫ് ഗ്രന്ഥികളിൽ ക്ഷയം സംഭവിക്കാം, ആള് ശോഷിക്കാം, തളർച്ചയുണ്ടാകാം, വിറയലുണ്ടാകാം. പൊതുവെ ഒരു തകർന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു പ്രശ്നം, ഈ അടിവയറിലെ ആ ഒരു വേദന അങ്ങോട്ട് പുരോഗമിച്ച് അങ്ങോട്ട് പോവുകയാണ്. പാരലിറ്റിക് ഫീലിങ്സ് ഹിയർ ആൻഡ് ദെയർ ഇൻ ദ ബോഡി, അതുമായിട്ട് ബന്ധപ്പെട്ട് ശരീരത്തിൻ്റെ പല അവിടെ ഇവിടെയൊക്കെ തളർന്നു പോയ പോലെ തോന്നലുണ്ടാവും. പെയിൻഫുൾ സോർനെസ് ഇൻ ദ വോൾ അബ്ഡമൻ ഇൻ കണക്ഷൻ വിത്ത് ദ യൂറിനറി ട്രബിൾസ്, മൂത്രസംബന്ധമായ പ്രശ്നങ്ങൾ വന്നിട്ട് അടിവയറ്റിൽ വേദനയുള്ള ഒരു നൊമ്പരം, തൊലി പോയതുപോലെയൊക്കെ തോന്നും. ഇറ്റ്സ് എ ലോ ഫോം ഓഫ് ടിഷ്യൂ മേക്കിംഗ് സച്ച് ആസ് ട്യൂബർകുലോസിസ്, ക്യാൻസറസ് അഫെക്ഷൻസ്, ഇൻഫിൽട്രേഷൻസ് സച്ച് ആസ് വി ഹാവ് മെൻഷൻഡ്. അപ്പോൾ വളരെ മോശമായ തരത്തിൽ കോശങ്ങൾ പരിണമിച്ചു വരുന്നൊരു സാഹചര്യം, കോശങ്ങൾ ആരോഗ്യകരമായ രീതിയിലല്ല, മോശമായ രീതിയിൽ ഒരു ലോ ഫോമിൽ പരിണമിക്കുന്നു. അങ്ങനെ ക്ഷയമുണ്ടാകാം, അർബുദമായിട്ട് മാറാം, പലതരത്തിലും അത് മാറി വരാം. ഡ്രൈ സ്റ്റൂൾ ലൈക്ക് സാൻഡ്, മണൽ പോലെ വരണ്ട മലം, മണൽ പോലുള്ള മലം. അൺഡൈജസ്റ്റഡ് സ്റ്റൂൾ, ദഹിക്കാതെ ഭക്ഷണ പദാർത്ഥങ്ങൾ പോകുന്നു. വെരി ഒഫൻസീവ്, കടുത്ത ദുർഗന്ധത്തോട് പോകുന്നു. കാറ്റാറൽ ഇൻഫ്ലമേഷൻ ഓഫ് ദ മ്യൂക്കസ് മെംബ്രെയിൻസ് ഓഫ് ദ യൂറിനറി പാസേജസ്, ദ ഹോൾ യൂറിനറി ട്രാക്ട്, മൂത്രാശയത്തിൻ്റെ മൊത്തം ആ ഘടനയിൽ അതിൻ്റെ ശ്ലേഷ്മ സ്ഥലങ്ങളിലെല്ലാം വീക്കം ഉണ്ടാകുന്നു. ഇറ്റ് ക്യൂവേഴ്സ് ആൽബുമിനേറിയ, ഇറ്റ് ക്യൂവേഴ്സ് ഡയബറ്റീസ് വിത്ത് ഷുഗർ ഇൻ ദ യൂറിൻ ആൻഡ് മെനി ഓഫ് ദ ബ്രോക്കൺ ഡൗൺ കണ്ടീഷൻസ് ഓഫ് ദ കിഡ്നീസ്. വൃക്കകളുമായിട്ട് ബന്ധപ്പെട്ട് ആകെ തകർന്ന പല അവസ്ഥകളെയും അർജന്റം മെറ്റ് സുഖപ്പെടുന്നു. ഇത്രയും നല്ലൊരു വാർത്തയാണത്. ഇന്ന് സകല സ്ഥലങ്ങളിലും കിഡ്നി രോഗികൾ, പ്രമേഹ രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ ചില സ്ഥിരം ഔഷധങ്ങൾ എന്നുള്ള ആശയം അത് ശരിയായൊരു ഹോമിയോപ്പതി സമീപനമല്ല എന്ന് കെൻറ്റിൻ്റെ ഈ ഒരു വരിയിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഒരു അർജന്റം മെറ്റ് അതിന് യോജിക്കുകയാണെങ്കിൽ, ജനറൽ കണ്ടീഷൻ യോജിക്കുകയാണെങ്കിൽ അതിനെ സുഖപ്പെടുത്തും. ക്യാൻസറസ് പ്രശ്നങ്ങൾ, ക്ഷയത്തിൻ്റെ അവസ്ഥകൾ, പ്രമേഹം
വൃക്കകളുടെ ആകെ തകർന്ന അവസ്ഥയൊക്കെ അർജന്റമെറ്റും സുഖപ്പെടുത്തും. ലോ ബ്രോക്കൺ ഡൗൺ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ നേരത്തെ കണ്ടാണ്, ആകെ മോശമായ തകർന്ന ആരോഗ്യാവസ്ഥ. എനോർമസ് ക്വാണ്ടിറ്റീസ് ഓഫ് വേ ലൈക്ക് യൂറിൻ, പത നിറഞ്ഞ മൂത്രം വലിയ അളവിൽ പോകുന്നു. എ കോപ്പിയസ് ഫ്ലോ ഓഫ് യൂറിൻ, അമിതമായ അളവിൽ മൂത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ചിൽഡ്രൻ ലോസ് ദ യൂറിൻ ഇൻ സ്ലീപ്പ്, കുട്ടികൾ രാത്രിയിൽ മൂത്രമൊഴിക്കുന്ന അവസ്ഥ. ബ്രോക്കൺ ഡൗൺ നെർവസ് കോൺസ്റ്റിറ്റ്യൂഷൻസ് ലോസ് ദ യൂറിൻ ഇൻ സ്ലീപ്പ്, അപ്പോൾ രാത്രിയിൽ അല്ലെങ്കിൽ ഉറക്കത്തിൽ മൂത്രം പോകുന്ന ആർക്കാണ്? ആകെ ഘടനാപരമായിട്ട് തളർന്ന നാഡീവ്യവസ്ഥ തളർന്ന വ്യക്തികളിലാണ് ഉറക്കത്തിൽ മൂത്രം പോകുന്നത്. അപ്പോൾ വൃദ്ധരിലും കുട്ടികളിലും അല്ലാത്തവരിലൊക്കെ അത് സംഭവിക്കാം. അപ്പോൾ അതിനും നമ്മൾ മൊത്തത്തിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റ് അതിനും വേണമെന്നാണ് കെൻഡ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് എ വെരി ഡിസൈഡഡ് ആക്ഷൻ അപ്പോൺ ദ ജെൻറ്റാലിയ ഓഫ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ. സ്ത്രീ പുരുഷന്മാരുടെ പ്രത്യുൽപാദന വ്യവസ്ഥയിലെല്ലാം വളരെ നിർണായകമായ ഒരു സ്വാധീനം അർജന്റമെന്റ് ചെലുത്തുന്നുണ്ട്. ഇൻ ദ മെയിൽ ഇറ്റ് എസ്പെഷ്യലി അഫക്ട് ദ ടെസ്റ്റസ് ആൻഡ് ദ മ്യൂക്കസ് ട്രാക്ട്, വൃഷണങ്ങളെയും ശ്ലേഷ്മ സ്ഥലങ്ങളെയും വൃഷണങ്ങളുമായിട്ടും വൃഷണനാളിയുമായിട്ടും ഇതൊക്കെ ബന്ധപ്പെട്ട മൂത്രനാളിയൊക്കെ ബന്ധപ്പെട്ട ആ മ്യൂക്കസ് ട്രാക്റ്റിനെയാണ് അർജന്റമെറ്റ് കൂടുതൽ ബാധിക്കുന്നത്. ഇറ്റ് ഇൻഫിൽട്രേറ്റ്സ് ദ ടെസ്റ്റസ്, വൃഷണങ്ങളിൽ കല്ലിപ്പുണ്ടാക്കുന്നു. പ്രൊഡ്യൂസിങ് ഹാർഡ്നെസ് ഇൻ ദ ടെക്സ്റ്റസ് റീഡ്സ്, ക്രഷ്ഡ് പെയിൻ ദ റൈറ്റ് ടെസ്റ്റിക്കിൾ, വലത് വൃഷണത്തിൽ അത് ഞെരിക്കുന്ന പോലെ പിടിച്ച് ഉടയ്ക്കുന്ന പോലുള്ള വേദന. ക്ലോത്തിങ് ഇൻക്രീസസ് പെയിൻ ഓൺ വാക്കിംഗ്, നടക്കുമ്പോൾ വസ്ത്രം സ്പർശിക്കും, അപ്പോൾ വേദന വർദ്ധിക്കും. ഇൻഫ്ലമേഷൻ വിത്ത് ഇൻഫിൽട്രേഷൻ, വീക്കവും അവിടെ പദാർത്ഥങ്ങളൊന്ന് അടിഞ്ഞ് കട്ടിയാകുകയും ചെയ്യുന്നു. ക്രോണിക് ഓർക്കൈറ്റിസ്, വൃഷണവീക്കത്തിൻ്റെ ഒരു സുസ്ഥിരമായൊരവസ്ഥ, അണുബാധയൊക്കെ ഉണ്ടായിട്ട് വൃഷണത്തിലുണ്ടായിട്ട് അത് സുസ്ഥിരമായി തീരുന്നു ആ പ്രശ്നം. This cured a very suspicious testicle believed to be a cancerous affection which began in the epididymis following a gonorrhea. അതൊരു ഗൊണേറിയ ഒരു ബാധ ഉണ്ടായതിനെ തുടർന്ന് വൃഷണനാളിയിൽ ഒരു വീക്കം ഉണ്ടാകുന്നു. ഈ വൃഷണനാളിയിൽ അതൊരു അർബുദത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറിയിട്ട് അത് വൃഷണങ്ങളിലേക്ക് അത് സംക്രമിക്കുന്നു. സംശയാസ്പദ വൃഷണങ്ങളിലും വൃഷണനാളിയിലും അർബുദമുണ്ടോ എന്നൊരു സംശയം. അത് പരിശോധനകൾ വളരെ കുറവായിരുന്നൊരു കാലഘട്ടത്തിലാണ് ഈ കെൻഡ് പറയുന്നത്. അപ്പോൾ ഗൊണോറിയെ പിന്തുടർന്നുണ്ടാകുന്ന ഒരു സാഹചര്യമാണത്. ഇൻഫ്ലമേഷൻ, ഗ്രേറ്റ് ഹാർഡ്നെസ്, പെയിൻ, സ്വെല്ലിംഗ്, ബേണിംഗ് ആൻഡ് സ്റ്റിങ്ങിങ്, വീക്കം, വല്ലാതെ കട്ടിയാകല്, വേദന, വിങ്ങി വലുതാകല്, നിർവീക്കം ഉണ്ടാകല്, പൊള്ളല്, കുത്തുന്ന വേദന ഒക്കെ വരുന്നുണ്ട്. ഈ കുത്തുന്ന വേദനയെ കാണുമ്പോഴാണ് ഒരു ക്യാൻസറസ് സംശയം വരുന്നത്. Another symptom here is of great importance. Yellowish greenish gonorrhea of an indolent character from the beginning of 8 months standing. അതായത് 8 മാസം നീണ്ടുനിന്ന ഒരു ഗൊണേറിയയുടെ ബാധയിൽ ഒരു മഞ്ഞയും പച്ചയും നിറത്തിലുള്ള ഗൊണേറിയ ഡിസ്ചാർജ്. അതൊരു ഇൻഡോളന്റ് ക്യാരക്ടർ, അതിങ്ങനെ അലസമായിട്ട് ഒരു കൺട്രോളില്ലാതെ ധാരാളമായിട്ടൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുക, അതൊരു നിയന്ത്രണമില്ലാതെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ദ ക്ലിനിക്കൽ സിംപ്റ്റം ഹാസ് ബീൻ വെരിഫൈഡ്. ഒരു രോഗിയിൽ കണ്ട ഈ ഒരു അവസ്ഥയാണ്, കൊട്ടേഷനാണത്, അത് വെരിഫൈ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് അത്. അപ്പോൾ കെൻഡ് നേരിട്ട് വെരിഫൈ ചെയ്യുന്നതാണ് അർത്ഥം. നൗ ഇറ്റ് ഈസ് എ നാച്ചുറൽ ഫീച്ചർ ഓഫ് ഗൊണേറിയ ഫോർ ദ ഡിസ്ചാർജ് ടു ബി യെല്ലോ. അപ്പോൾ മഞ്ഞ നിറത്തിൽ സ്രവം വരിക എന്നുള്ളത് ഗൊണേറിയയുടെ സാധാരണമാണ്, അല്ലെങ്കിൽ യെല്ലോയിഷ് ഗ്രീനും വരാം. ആൻഡ് തിക്ക് ഇൻ ദ ഏർലി സ്റ്റേജ്, തുടക്കത്തിൽ നല്ല കട്ടിയായിരിക്കും, പിന്നീട് അത് ഐവളാകുന്നു, ബിക്കം ലൈറ്റർ ആൻഡ് ലൈറ്റർ അണ്ടിൽ ഇറ്റ് ഈസ് വൈറ്റിഷ് തിക്ക് ഓർ തിൻ. അവസാനം അത് വെള്ള നിറത്തിലാകും, അത് കട്ടിയുമാകാം നേർത്തതുമാകാം. ഗ്രോയിങ് ലൈറ്റർ ഇൻ ക്യാരക്ടർ അണ്ടിൽ ബിക്കംസ് വൈറ്റ് ആൻഡ് ഗ്ലീറ്റി. അപ്പോൾ വെള്ള നിറത്തിലോ വെറുതെ പച്ചവെള്ളം പോലെയോ ആകുന്ന പോലെ ഈ തുടക്കത്തിലുള്ള ആ മഞ്ഞയോ പച്ചയോ കലർന്ന നിറത്തിൽ നിന്നും അത് മാറി മാറി വരും. അതാണ് പൊതു അവസ്ഥ. പക്ഷേ അർജന്റത്തിൻ്റെ വ്യത്യാസം എന്താണ്? അർജന്റമെറ്റ് ഈസ് ദ റെമഡി വെൻ ദ ഡിസ്ചാർജ് റിമെയിൻസ് യെല്ലോ. അർജന്റമെറ്റിക്കത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഡിസ്ചാർജ് ഈ നിറം മാറി പച്ചയിൽ നിന്നും മഞ്ഞാർന്ന പച്ചയിൽ നിന്ന് തുടങ്ങി വെള്ളയിലേക്ക് മാറുന്ന ഒരു പരിണാമമില്ല, എപ്പോഴും പച്ചയാണ്. അതാണ് അർജന്റത്തിൻ്റെ സൂചനകളിലൊന്നും. നൗ ഇൻ ദ തിക്ക് പാസീവ് ഡിസ്ചാർജസ് that are long standing old cases we are very much trouble to find remedies. അപ്പോൾ ദീർഘകാലമായിട്ട് നിലനിൽക്കുന്ന ഇത്തരം പാസീവ് ഡിസ്ചാർജ് ഇതിന് വെറുതെ ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്.
അത് പഴയ കേസുകളിൽ അങ്ങനെയുള്ള അവസ്ഥകളിൽ അവിടെ ഗ്രീനിഷോ യെല്ലോയിഷോ ആണ്. ആ നിറമാറ്റം ഉണ്ടായി വെള്ളയിലേക്ക് മാറുന്നില്ല, പച്ചവെള്ളം പോലെ ആകുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൃത്യമായൊരു മരുന്ന് സെലക്ട് ചെയ്യാൻ പലപ്പോഴും പ്രയാസപ്പെടും. ആ പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങൾ വരുന്ന ഔഷധങ്ങളെന്നാണത്. ആ ഔഷധങ്ങൾ എന്താണെന്ന് എൻ്റെ പിന്നീട് പറയുന്നുണ്ട്. അർജന്റമെറ്റ്, അലൂമിന, അലൂമൻ, സൾഫർ എല്ലാം നമ്മൾ മനസ്സിലാക്കിയ ഔഷധങ്ങളാണ്. ഇതൊക്കെ ഇത്തരം സാഹചര്യങ്ങൾ വരാം. വൺ നോട്ട് യൂഷ്വലി തോട്ട് ഓഫ് ഇൻ ദ ഏർലി പീരിയഡ്സ്, ബട്ട് ദ ജനറൽ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ് ഓഫ് ദ പേഷ്യൻറ്റ് ഫോംസ് ദ ക്യാരക്ടർ ഓഫ് ഹിസ് സിംറ്റംസ്. തുടക്കത്തിൽ ഈ പറയുന്ന അലൂമിന, അലൂമൻ, അർജന്റമെറ്റ്, സൾഫർ എന്നിവയെ കുറിച്ച് ചിന്തിക്കില്ല. പക്ഷെ എപ്പോഴാണ് ചിന്തിക്കുന്നത്? ജനറൽ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ് ഓഫ് ദ പേഷ്യൻറ്റ്, രോഗിയുടെ ഘടനാപരമായ പൊതുസ്ഥിതി നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ഈ പൊതുവെ ആദ്യം ചിന്തിക്കാത്ത ഔഷധങ്ങൾ വരുന്നത്. അതാണ് ആ ലക്ഷണങ്ങളുടെ ആ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഏത് പ്രശ്നമായാലും ശരി, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടീഷൻ എടുത്ത് ജനറൽ കണ്ടീഷൻ എടുത്ത് പോയി കഴിഞ്ഞാൽ പലപ്പോഴും സാധാരണ ആളുകൾ ചിന്തിക്കാത്ത ഔഷധങ്ങളിലേക്ക് ചെന്നെത്തും. അങ്ങനെ ചെന്നെത്തണം, എത്തിയാലേ സൗഖ്യമുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ പനി, സാധാരണ പനിയുടെ സീസണിലുള്ള പനിയാണ്. പനിക്ക് കൊടുക്കുന്ന സ്ഥിരം മരുന്നുകളാണ്. മാറി മാറി 2-3 ഡോക്ടർമാരെ കണ്ടു. അവസാനം എൻ്റെ സുഹൃത്ത് ഡോക്ടർ ഷാനായുടെ അടുത്ത് വരുന്നത്. ഷാനായി വിശദമായിട്ട് കേസെടുത്തു. ഇതിനു മുമ്പ് ചികിത്സിച്ച ഡോക്ടർമാരും എനിക്കും പരിചയമുള്ളവരാണ്, അയാൾക്കും പരിചയമുള്ളവരാണ്. അവരൊക്കെ സംസാരിച്ച് അവരത് കൊടുത്ത മരുന്നുകൾ എന്താണെന്ന് നോക്കി. സ്ഥിരം മരുന്നുകളാണ്. ബെല്ലോണ, RT അങ്ങനെയുള്ള സാധനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പ്രയോണിയ ഒക്കെ മാറി മാറി കൊടുത്തിട്ടുണ്ട്, ഒന്നും പിരിച്ചിട്ടില്ല. അക്കോണിറ്റം. പക്ഷേ ഇദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷണൽ കണ്ടീഷൻ എടുത്ത് ആ സാധാ പനിക്ക് കൊടുത്ത ഔഷധം സാധാരണഗതിയിൽ ഞാൻ അന്ന് കേട്ടിട്ടില്ലായിരുന്നു ഔഷധത്തെക്കുറിച്ച്. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷണൽ കണ്ടീഷൻ നോക്കി കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാണ് അയാളുടെ പനി മാറിപ്പോയി. അപ്പോൾ പലപ്പോഴും നമ്മൾ സുസ്ഥിരമായ പാതകൾ, മറ്റു ഭാഷയിൽ പറഞ്ഞ് വളയമില്ലാതെയുള്ള ചാട്ടം, പലപ്പോഴും നല്ല മിടുക്കരായ ഹോമിയോപാസിനും കുറേ പരിചയസമ്പന്നരാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുഴപ്പമാണത്. ഒരുതരം ഓവർ കോൺഫിഡൻസ് ഉണ്ടാകുന്ന കുഴപ്പമാണ്. അതങ്ങനെ ആയിരിക്കും എന്ന് കരുതിയാണ് കൊടുക്കും. എനിക്ക് പലരെയും അറിയാവുന്ന പരാജയം ഉണ്ടാവും. എത്ര പരിചയസമ്പന്നരായാലും എത്ര സാധാരണ കേസാണെങ്കിലും കൃത്യമായിട്ട് സ്റ്റഡി ചെയ്ത് ആ രോഗിയുടെ ജനറൽ കണ്ടീഷൻസും അതിൻ്റെ മൊഡാലിറ്റീസും കണ്ടെത്തി ചികിത്സിക്കാൻ ശ്രമിക്കണം. അപ്പോൾ പലപ്പോഴും ഇതേപോലെ ചില പതിവ് രോഗാവസ്ഥകളിലും നമ്മൾ സാധാരണ ചിന്തിക്കാത്ത ഔഷധങ്ങളിലേക്ക് എത്തും. ആ ഔഷധമായിരിക്കും ശരിക്കും അയാളെ സുഖപ്പെടുത്തേണ്ടത്. അപ്പോൾ അതാണ് എൻ്റെ പറയുന്ന ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കണ്ടീഷൻ ഇപ്പോൾ നോക്കണം. അതാണ് അയാളുടെ ലക്ഷണ സഞ്ചയത്തിൻ്റെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത് ആ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റ് ആണ്. ഇൻ ദ ഫീമെയിൽ വി ഹാവ് ഒവേറിയൻ ട്രബിൾസ്, ഇൻഫിൽട്രേഷൻ, ഹാർഡ്നസ്, cystic troubles, cystic ovaries that are cured by this remedy. Ovarian tumors, very large, hard innervated ovaries, especially the left. അപ്പോൾ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് എന്തോരം പ്രശ്നമാണ്. അണ്ടാശയമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ. അവിടെ മുഴകൾ, കല്ലിപ്പ്, അവിടെ സിസ്റ്റിക് ഓവറീസ് എന്നുള്ള അവസ്ഥ തന്നെ, അതെല്ലാം ഇതുകൊണ്ട് ഈ അർജന്റമെറ്റ് കൊണ്ട് സുഖപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ സവിശേഷമായിട്ടും ഇടതുവശത്തുള്ള ഓവറിയാണ്. ഇനി വലതുവശത്തായാലും ശരി, ആ രോഗിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ കണ്ടീഷൻ അർജന്റൻ മെറ്റാലിക്കത്തിനെ അർത്ഥശങ്കയില്ലാത്ത വിധം സൂചിപ്പിക്കുന്നെങ്കിൽ ഈ ഓവറിയുടെ വശം മറ്റേതായാലും മറിഞ്ഞു പോയാലും ഈ ഇടതിന് പകരം വലതായാലും ഇവിടെ കുഴപ്പമില്ല, ഇവിടെ സുഖപ്പെടുത്തും. ദ റൈറ്റ് ടെസ്റ്റിക്കിൾ, ദി ലെഫ്റ്റ് ഓവറി, അതൊരു പതിവ് അവസ്ഥയാണത്. പക്ഷെ അതിലൊരു മാറ്റം വരാം. പ്രധാന കാര്യം അയാളുടെ ജനറൽ കണ്ടീഷൻ, അയാളുടെ ജനറൽ മൊഡാലിറ്റീസ് അത് കൃത്യമായിട്ടും ഇൻഡിക്കേറ്റ് ചെയ്യുന്നെങ്കിൽ ഈ ഇടതും വലതും എന്ന് പറയുന്നതിന് സബ്സീക്വൻ്റ് ആയിട്ടുള്ള ഒരു പ്രാധാന്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പെയിൻ ദ ലെഫ്റ്റ് ഓവറി ആൻഡ് ബാക്ക്, ഇടത് അണ്ടാശയത്തിലും പിൻഭാഗത്തും വേദന. പ്രൊലാപ്സിസ് വിത്ത് പെയിൻ ഇൻ ലെഫ്റ്റ് ഓവറി, പ്രൊലാപ്സിസ് ഗർഭാശയം താഴേക്ക് ഇറങ്ങി വരുന്നൊരവസ്ഥയുണ്ട്, ഇടത് ഓവറിയിൽ വേദനയും അതിനോട് ചേർന്ന് വരുന്നു. പെയിൻ ദ സ്മാൾ ഓഫ് ദ ബാക്ക് വൈൽ സിറ്റിംഗ്, ഇരിക്കാൻ നേരത്ത് ആ ഏറ്റവും അടിഭാഗത്ത് മൂട് എന്ന് പറയുന്ന ഭാഗത്ത് വേദന. The cures have been predominantly of the left ovary. Predominantly എന്ന് പറയുന്നത് ഇടതണ്ടാശയം predominantly ആണ്. അതിന് എക്സെപ്ഷൻ വരാം, വളരെ പ്രശ്നം വരാം. Although it cures complaints of both, രണ്ട് പ്രശ്നങ്ങളെ അത് സുഖപ്പെടുത്തും. കണ്ടോ, ഇടതെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതിന് വലിയ കാര്യമൊന്നുമില്ല. Another grand feature found in this remedy is weakness.
ഗ്രാൻഡ് ഫീച്ചർ, വളരെ പ്രധാനപ്പെട്ടൊരു സ്വഭാവമാണ്. എന്താണ്? തളർച്ച. റിലാക്സേഷൻ ഓഫ് മസിൽസ് ത്രൂ ദ ഹോൾ ബോഡി. ശരീരത്തിൻ്റെ മൊത്തം ഭാഗങ്ങളിലുള്ള പേശികളിൽ തളർച്ച, റിലാക്സേഷൻ, അയവുണ്ടാകാം. അതിൻ്റെ ഫലമായി ട്രംബ്ലിംഗ്, വിറയലുണ്ടാകാം. ആൻഡ് നൗ ഇഫ് ദാറ്റ് തോട്ട് ഈസ് അപ്ലൈഡ്, ദ ഫീച്ചേഴ്സ് ഓഫ് ദ റെമഡി ഈസ് ഒബ്സർവ്ഡ് ഇൻ ദ പെൽവിക് ഓർഗൻസ്. ഈ പേശികളുടെ തളർച്ച എന്ന് പറയുന്നത് സ്ത്രീകളുടെ ആ ഒരു ഇടുപ്പിൻ്റെ ഭാഗത്തെ അവയവങ്ങളോട് ബന്ധപ്പെട്ട് ചിന്തിച്ചാൽ എന്താണ് സംഭവിക്കുക? ഇറ്റ് വിൽ ബി സീൻ ദാറ്റ് ദോസ് മസിൽസ് ദാറ്റ് ഹോൾഡ് അപ്പ് ദ യൂട്രസ്, ഗർഭാശയത്തെ തലസ്ഥാനത്ത് നിൽക്കുന്ന പേശികൾ, ദ ബ്രോഡ് ലിഗമെന്റ്, ആ പേശികളൊക്കെ സ്റ്റേറ്റ് ഓഫ് റിലാക്സേഷൻ, തളർച്ചയുടെ അവസ്ഥയിൽ വരും. ദേ അലോ ദ യൂട്രസ് ടു സാഗ്. അങ്ങനെ വരാൻ നേരത്ത് ഗർഭാശയത്തിൽ താഴേക്ക് ഇടിഞ്ഞു പോയി തൂങ്ങിപ്പോകാൻ ആ ഗർഭാശയത്തെ അത് വിട്ടുകളയും, അനുവദിക്കും. അപ്പോൾ ഈ പ്രൊലാപ്സസ് ഉണ്ടാവും. പ്രൊലാപ്സസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു സ്ഥിരം ഔഷധങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇൻ അതർ വേർഡ്സ്, വി ഗെറ്റ് പ്രൊലാപ്സസ്. You will be astonished to know that homeopathic remedies are wonderful in their ability to create tonicity. ടോണിസിറ്റി നഷ്ടപ്പെട്ട പേശികളിൽ ടോണിസിറ്റി, ആ ബലം ഉണ്ടാക്കാൻ ഹോമിയോപ്പതിക് ഔഷധങ്ങൾക്ക് അത്ഭുതകരമായ ഫലങ്ങളുണ്ട്. നിങ്ങൾ മനസ്സിനിത് കുറിച്ചിട്ടുകൊള്ളുക. നിങ്ങൾക്ക് പലപ്പോഴും ഇത് വേണ്ടിവരും. ഇന്ന മരുന്നിനെന്നുള്ള പറയുന്നത് ഹോമിയോപ്പതിക് ഔഷധങ്ങളിൽ നമ്മുടെ മെറ്റീരിയ മെഡിക്കയിലെ ഏത് ക്രോണിക് റെമഡിക്കും ആ ഒരു ശക്തി നമുക്കുണ്ടാകാം. ആ രോഗിയുടെ അവസ്ഥ, അയാളുടെ ജനറൽ കണ്ടീഷൻ യോജിക്കുകയാണെങ്കിൽ. ആൻഡ് ദെയർബൈ റെസ്റ്റോർ ദ പ്രൊലാപ്സ്ഡ് യൂട്രസ് ടു ഇറ്റ്സ് നോർമൽ പൊസിഷൻ. അതിൻ്റെ ഫലമായി താഴേക്കിടിഞ്ഞു പോയ ഗർഭാശയത്തെ പഴയ അവസ്ഥയിലേക്ക് റെസ്റ്റോർ ചെയ്യും. ആ വാക്ക്, ഓർഗനിൻ്റെ ആദ്യ ഓഫറസിൽ കാണുന്ന വാക്ക്, പൊതുവെ പറയുന്ന സിക്നസിനെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ ഹെൽത്തി കണ്ടീഷനെ കുറിച്ച് പറയുന്ന ആ വാക്ക് റെസ്റ്റോർ. ആ റെസ്റ്റോറേഷൻ ഏത് അവയവത്തിലും സംഭവിക്കാം. ആൻഡ് ടു റിമൂവ് ദ ഡ്രാഗിങ് ഡൗൺ ഫീലിംഗ് വുമൺ ജനറലി ഡിസ്ക്രൈബ്. സ്ത്രീകൾ പൊതുവെ പറയുന്ന താഴേക്ക് തൂങ്ങിപ്പോകുന്നു, ഗർഭാശയമായാലും ബ്ലാഡർ ആയാലും മൂത്രസഞ്ചിയായാലും താഴേക്ക് തൂങ്ങിപ്പോകുന്ന സ്ത്രീകൾ പൊതുവെ പരാതി പറയുന്ന അവസ്ഥകളിലൊക്കെ ആ ഒരു ടെൻഡൻസി മാറ്റി ടോണിസിറ്റി തിരികെ കൊടുത്ത് അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റും. എ സെൻസേഷൻ ആസ് ഇഫ് ദ ഇന്നർ പാർട്സ് വെയർ ബീയിങ് ഫോഴ്സ്ഡ് ഔട്ട്. ആന്തരികാവയവങ്ങൾ പുറത്തേക്ക് തള്ളിപ്പോകുന്നു. ഓൾ ഓഫ് ദീസ് ആർ സെൻസേഷൻസ് ദാറ്റ് അക്കമ്പനി എ പ്രൊലാപ്സിസ്. ഒരു പ്രൊലാപ്സിസിനെ പിന്തുടർന്ന് വരുന്ന അവസ്ഥകൾ എന്തൊക്കെ? ഗർഭാശയം പോകുന്നു, തൊട്ടു പിന്നാലെ മൂത്രസഞ്ചിയും പോകുന്നു. അർജന്റം ഈസ് വൺ ഓഫ് ദ മെഡിസിൻസ്. ഇത്തരം അവസ്ഥകളെ സുഖപ്പെടുത്തുന്ന നിരവധി ഹോമിയോപ്പതിക് ഔഷധങ്ങൾ ഒന്നാണ് അർജന്റം മെറ്റാലിക്കം. ഉണ്ടോ? എത്രയോ മനോഹരമായ ഒരു ഔഷധമാണ്. ഹോമിയോപ്പതിയിലെ എല്ലാ ഔഷധങ്ങളും വളരെ അത്ഭുതകരങ്ങളും മനോഹരങ്ങളും അത്യധികം ഉപകാരപ്രദങ്ങളുമാണ്. ആ ഔഷധങ്ങളെ ശരിയായി ഉപയോഗിക്കുകയും രോഗിയുടെ ശരിയായ അവസ്ഥയെ മനസ്സിലാക്കി താരതമ്യം ചെയ്ത് ഉചിതമായ ഔഷധത്തെ കണ്ടെത്തി ഉചിതമായ രീതിയിൽ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഈ വണ്ടർഫുൾ എന്ന് പറയുന്ന വാക്ക് നിങ്ങളുടെ പ്രാക്ടീസിൽ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കും. അതിന് നിങ്ങളെല്ലാവരും പ്രാപ്തരാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതേപോലുള്ള നിരവധി വിലപ്പെട്ട വിവരങ്ങൾ തുടർന്ന് വരുന്ന എപ്പിസോഡുകളുണ്ട്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.